നമ്മുടെ നാട്ടിൽ എന്താ പ്രശ്നം എന്നറിയോ? മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിക്കാം, നമുക്ക് ചെയ്തു തരുന്നില്ല നമ്മൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ഈ ചെയ്തു തരുന്ന കാര്യങ്ങൾ അവരെ ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻസ് ചെയ്യാന്ന് പറയുന്ന പരിപാടി അവർക്കില്ല. അവിടെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ തോൽവി കിടക്കുന്ന കാര്യം. നിങ്ങൾ സംഭവം കാണിച്ചു തരാം, അതൊന്ന് കണ്ടിട്ട് പറയും. റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അപ്പുറത്തേക്ക് വണ്ടികൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കാലുകളാണ് ഇതൊക്കെ ഇപ്പൊ എവിടെയാണ് നിൽക്കണമെന്ന് അറിയാം. ഇതൊക്കെ ഈ മറ്റേ കുറ്റിക്കാടിന്റെ ഉള്ളിൽ നിൽക്കണം, ഒളിച്ച് നിൽക്കണ പോലെ, ആൾക്കാർ നിൽക്കണ പോലെ ഇപ്പൊ നിൽക്കണം നോക്കി. ഈ സൈഡിലെല്ലാം കോൺക്രീറ്റ് ചെയ്തുള്ളതാ. ഇതിപ്പോ വർഷങ്ങളായി ചെയ്തിട്ട് പോയിട്ട് കുറെ സ്ഥലത്തൊക്കെ വണ്ടികൾ ഇടിച്ചിട്ട് ഇതുപോലെ ഉള്ള സിഗ്നലുകളും കാലുകളൊക്കെ ഇടിച്ചിട്ട് പോയി. അത് തിരിച്ച് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ പുല്ല് വെട്ടി ക്ലിയർ ആക്കാനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല, ആരുമില്ല. മെമ്പർ കുറെ ആൾക്കാർ പറയും മെമ്പറെ പരിപാടിയല്ലേ ഇത്. മെമ്പറെ പരിപാടിയല്ലല്ലോ. നമ്മൾ എന്നൊരു പഞ്ചായത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒരു പഞ്ചായത്ത് ആണെന്നുണ്ടെങ്കിൽ അവരെങ്കിലും അത് മുൻകൈ എടുത്ത് ചെയ്യണ്ടേ? അതുപോലുമില്ല. ഇത് ഈ വഴിയിൽ സ്ഥാപിച്ചേക്കണ ബോർഡുകളെല്ലാം മറ്റേ പൂപ്പായി പിടിച്ച് പച്ച കളറായിട്ടാണ് നിൽക്കണം. സംഭവം ക്ലിയർ ആണ്, കാണാനുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോഴല്ലേ നമ്മുടെ നാട് വൃത്തിയാവുള്ളൂ. മുൻകരുതൽ എന്ന് പറയുന്ന സാധനം മുൻകൂട്ടിയിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് ചെയ്തത് പ്രാവർത്തികമാക്കാന്ന് പറയുന്ന കാര്യം നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ ആർക്കും ഒരു നോട്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം വരുന്നതിന് മുന്നേ നമ്മുടെ റോഡുകളുടെ സൈഡിലും ഒക്കെ നിൽക്കുന്ന ഈ കാടുകള് ഇതൊക്കെ വെട്ടി വെടുപ്പാക്കാന്നുള്ളൊരു കാര്യം മെമ്പർമാരായാലും ആരായാലും ചെയ്തു പോകുന്നത് നല്ലതല്ലേ? അവർക്ക് ഇനിയിപ്പോ മഴ പെയ്തു, ആൾക്കാർ റോട്ടിൽ കൂടെ നടന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ മാത്രമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പേരെടുക്കാൻ വേണ്ടി മാത്രം ആവരുത് രാഷ്ട്രീയം. ഇതൊക്കെ ചെയ്ത് തീർക്കണ്ടേ? ഒരാൾക്കൊരു അപകടം അല്ലെങ്കിൽ നമ്മുടെ വാർഡില് അല്ലെങ്കിൽ പഞ്ചായത്തില് അല്ലെങ്കിൽ മണ്ഡലത്തില് ഒരു അപകടത്തിന്റെ സൂചന ഉണ്ട് എന്ന് പറയുമ്പോ അത് മാറ്റി ക്ലിയർ ചെയ്യാനല്ലേ നോക്കേണ്ടത്. അല്ലാതെ കുറെ മാസ് ലൈറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് പോവും. മാസ് ലൈറ്റ് ആയാൽ പോലും അങ്ങനെ തന്നെ. മാസ് ലൈറ്റ് കംപ്ലൈന്റ് ആയാൽ അത് അവിടെ കിടക്കും. പിന്നെ ആരാധന തിരിഞ്ഞു നോക്കണേ? ഓരോ പേരുകൾക്ക് വേണ്ടിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അമ്മ വന്നൊരു മാസ് ലൈറ്റ് ആണ് ഇട്ടത്, ഇപ്പൊ കിട്ടിയതാ. ഇതേ കൊറോണം കത്തുണ്ട്, കൊറോണം കത്തണില്ല. ഇതാര് വെച്ചതാണാവോ? ഇതിനൊന്നും മെയിൻ്റെനൻസ് ഇല്ല. ഇതൊരു സ്കൂളാണ് കേട്ടാ, സ്കൂളിന്റെ മതിലാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ക്ലാസ് റൂമാണ്. ക്ലാസ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇത് കണ്ടാ ചിലർക്ക് മനസ്സിലാവും ഏത് സ്കൂളാന്നൊക്കെ. ഇത് സ്കൂളിന്റെ മതിലും വേണ്ടില്ലേ? ഇത്രയും പാമ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സ്കൂളിന്റെ അധികൃതർക്കോ PTA ടീമിനോ പഞ്ചായത്ത് മെമ്പർക്കോ ഈ കാര്യമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആലോചിക്കണം അവരുടെയൊക്കെ ശ്രദ്ധ.